Hello dears, welcome back to Sala Learning. It's me Sri Bhama SB. മക്കളെ എന്തൊക്കെയുണ്ട് എല്ലാവരും ഉഷാറായിട്ട് അടിപൊളിയായിട്ടിരിക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്ന് മിസ് വന്നിട്ടുള്ളത് നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോ ആയിട്ടാണ്. എ ജേർണി ത്രൂ സ്ട്രീറ്റ്സ് ഓഫ് വാട്ടർ എന്ന് പറയുന്ന ഒരു അടിപൊളി ചാപ്റ്ററിൻ്റെ മക്കൾക്ക് പഠിക്കാനുണ്ട് അല്ലേ. അപ്പോൾ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ് മിസ് ഡിസ്കസ് ചെയ്യുന്നത്. സോ എല്ലാ മക്കളും എന്ത് ചെയ്യുക, വളരെയധികം ശ്രദ്ധിച്ച് അടിപൊളിയായിട്ടിരിക്കുക. അപ്പോൾ നമ്മുടെ ചുറ്റും നോക്കിയുടെ മക്കളെ എന്തൊക്കെ കാണുന്നുണ്ട്, ഒരുപാട് വാട്ടർ സോഴ്സസ് ഉണ്ട് അല്ലേ. സീ, പോണ്ട്, റിവർ തുടങ്ങിയ ഒരുപാട് ഇന്നുണ്ട് വാട്ടർ സോഴ്സസ് ഉണ്ട് ഇല്ലേ. ഇതിലൊക്കെ മെയിനായിട്ട് എന്താ നമുക്ക് വേണ്ടത്, എന്താ കുടിക്കാൻ എന്ത് വേണം, വെള്ളം വേണം അല്ലേ. വെള്ളം ഇല്ലാണ്ട് നമുക്ക് ജീവിക്കാൻ പറ്റുമോ? വാട്ടർ എവറിവെയർ. പക്ഷെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, നല്ലൊരു വെള്ളം നമുക്ക് കുടിക്കാൻ കിട്ടുന്നില്ല അല്ലേ. അപ്പോൾ വാട്ടറിൻ്റെ കുറച്ച് സ്പെഷ്യാലിറ്റി നിങ്ങൾക്ക് ഓൾറെഡി അറിയുന്നുണ്ടാകും. വാട്ടർ ഏതൊക്കെ സ്റ്റേറ്റ്സിലാണ് നിൽക്കുന്നതാ? സോളിഡ്, ലിക്വിഡ്, ഗ്യാസ് സ്റ്റേറ്റ് നിൽക്കുന്ന ഒരേ ഒരാളാണ് നമ്മുടെ വാട്ടർ എന്ന് പറയുന്നത് അല്ലേ. 3 സ്റ്റേറ്റിൽ നിൽക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ വാട്ടറിൻ്റെ ഈ ഒരു സ്പെഷ്യാലിറ്റിയെ പറ്റിയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. നിങ്ങൾ ഒരുപാട് നിങ്ങൾക്ക് അറിയുന്നുണ്ടായിരിക്കും, ബേസിക് ആയിട്ട് അറിയുന്നുണ്ടാവും. എന്നാലും നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ നമുക്കിത് പഠിക്കാനുണ്ട്. സോ അതുകൊണ്ട് ഇതാ നോക്കുക, സോളിഡ്, ലിക്വിഡ്, ഗ്യാസ് സ്റ്റേറ്റിൽ നിൽക്കുന്ന 3 രീതിയിൽ നിൽക്കുന്ന ആളാണ് നമ്മുടെ വാട്ടർ എന്ന് പറയുന്നത് അല്ലേടാ. നോക്കുക, നമ്മളൊരു ഫ്രിഡ്ജിൽ എടുത്തിട്ട് കുറച്ച് വെള്ളം എടുത്തിട്ട് ഐസ് ട്രേയിൽ വെച്ചിട്ട് നമ്മൾ ജസ്റ്റ് എന്ത് ചെയ്യുക, ഫ്രീസ് ചെയ്യാമെന്ന് വിചാരിച്ചോ. എങ്ങനെ കിട്ടും നമുക്ക് വെള്ളത്തിനെ? വെള്ളം പോലെയാണോ കിട്ടുക? അല്ല, വാട്ടർ എന്തായിട്ട് മാറി? ഐസായിട്ട് ചേഞ്ച് ആയി. അപ്പോൾ അത് എന്ത് സ്റ്റേറ്റ് ആണ്? ഐസ് എന്ന് പറഞ്ഞാൽ ഏത് സ്റ്റേറ്റാ? യെസ്, വി നോ ദാറ്റ് ഇറ്റ് ഇസ് സോളിഡ് സ്റ്റേറ്റ് അല്ലേ. റിറ്റെയിൻ ദി ഷേപ്പ് ഇറസ്പെക്റ്റീവ് ഓഫ് ദ കണ്ടെയ്നർ ഇൻ വിച്ച് ഇറ്റ്സ് പ്ലേസ്ഡ് വൈൽ വാട്ടർ ടേക്സ് ദ ഷേപ്പ് ഓഫ് ദ കണ്ടെയ്നർ. ഐസ് ഡസ് നോട്ട് ഫ്ലോ ഓർ സ്പ്രെഡ് അല്ലേ. ഐസ് ഫ്ലോ ആവുമോ, സ്പ്രെഡ് ആവുമോ? നിങ്ങളൊന്ന് കയ്യിൽ വെച്ച് നോക്കാം. കയ്യിൽ വെച്ചാൽ അത് ഒഴുകി പോകും, കാരണം ആ ഒരു ടെമ്പറേച്ചറുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ അത് എന്താണ്, സ്പ്രെഡ് ആവും കാര്യങ്ങളൊന്നും ഇല്ല. ഐസ് പോലെ തന്നെ കട്ടയായിട്ടിരിക്കും. ബിക്കോസ് ഇറ്റ് ഈസ് സോളിഡ് ആണ്, സോളിഡ് സ്റ്റേറ്റ് ആണ്. നിങ്ങൾ ഓൾറെഡി കുഞ്ഞു ക്ലാസ്സിൽ പഠിച്ചാണല്ലേ സോളിഡ് സ്റ്റേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഷേപ്പ് എന്ന് പറയുമ്പോൾ ഐസിന് എന്താ ഷേപ്പ്? ആ ഷേപ്പിലാണ് നിൽക്കുക. പക്ഷെ വെള്ളം അങ്ങനെയാണോ? അല്ല, വെള്ളം അങ്ങനെ ഫ്ലോ ചെയ്ത് ഒഴുകി നടക്കുന്ന ആളാണ് അല്ലേ. സോ അത് നിങ്ങൾ എന്ത് ചെയ്യുക, ആലോചിച്ച് വയ്ക്കുക. അടുത്ത് നമ്മുടെ വെള്ളം. ഇതാ മിസ് വെള്ളം കുടിക്കാൻ തീരുമാനിച്ചു. എന്തായാലും മിസ്സിന് നല്ല ചുമയും ജലദോഷവും ഒക്കെ ഉണ്ട്. അപ്പോൾ കുറച്ച് വെള്ളം കുടിക്കുക. വെള്ളം കുടിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. നോക്കിക്കോ. യെസ്, മിസ് വെള്ളം കുടിച്ചു അല്ലേ. അപ്പോൾ നോക്കുക, വാട്ടർ എന്ന് പറഞ്ഞാൽ ഏത് സ്റ്റേറ്റിലാണ് അവിടെ നിൽക്കുന്നത്? ലിക്വിഡ് സ്റ്റേറ്റ് ആണ്. ലിക്വിഡ് സ്റ്റേറ്റ് മീൻസ് ഫ്ലോ ആൻഡ് ചേഞ്ച് ഇറ്റ്സ് ഷേപ്പ്. ഇതിൻ്റെ ഷേപ്പ് നമുക്ക് ചേഞ്ച് ചെയ്യാം. ഇതിൽ നിന്ന് ഞാനൊരു കണ്ടെയ്നറിലോട്ട് മാറ്റിയാൽ അതിൻ്റെ ഷേപ്പായിരിക്കും. ഇത് കുഞ്ഞ് ഗ്ലാസ്സിലോട്ട് മാറ്റിയാൽ അതിൻ്റെ ഷേപ്പായിരിക്കും. അപ്പോൾ ഏതാണോ നമ്മൾ എടുക്കുന്നത് അതിൻ്റെ ഷേപ്പായിരിക്കും നമ്മുടെ വാട്ടറിന് ഉണ്ടാവുക അല്ലേ. സോ വാട്ടർ ഫ്ലോ ചെയ്യുന്നു ആൻഡ് ചേഞ്ച് ഷേപ്പ്. വാട്ടർ ഡസ് നോട്ട് ഹാവ് ഫിക്സഡ് ഷേപ്പ്. ഒരു ഫിക്സഡ് ഷേപ്പ് ഉണ്ടോ നമ്മുടെ വെള്ളത്തിന്? ഈ ഒരു ഷേപ്പിൽ അവിടെ നിൽക്കുക. എന്താ പറഞ്ഞാൽ നിൽക്കുമോ? നിൽക്കില്ല. കാരണം ഇതിന് ഫിക്സഡ് ആയിട്ടൊരു ഷേപ്പില്ല. എന്തിലാണോ ഇരിക്കുന്നത് അതിൻ്റെ ഷേപ്പായിരിക്കും അല്ലേ. So we take up the shape of the container in which it's kept, but the volume of the container remains constant. So അതുകൊണ്ട് തന്നെ സ്പ്രെഡ് ചെയ്യാനുള്ള കഴിവും കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ ഫ്ലോ ചെയ്യാനുള്ള കഴിവ് നമ്മുടെ ആർക്കുണ്ട്? നമ്മുടെ ഈ പറയുന്ന വാട്ടറിനുണ്ട്. കാരണം അത് ലിക്വിഡ് സ്റ്റേറ്റ് ആണെന്ന് പറയാൻ വേണ്ടി പറ്റും. റെഡി അല്ലേടാ? സെറ്റ് അല്ലേ? ഇനി അടുത്ത ലാസ്റ്റ് പോയിന്റ് ആണ് വേപ്പറായിട്ട് പോകാൻ പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, വാട്ടറിനെ ചൂടാക്കി നോക്കുക, ബോയിൽ ചെയ്ത് നോക്കടാ, എന്ത് സ്റ്റേറ്റിലോട്ട് മാറും? അത് നമുക്ക് വേപ്പർ സ്റ്റേറ്റിലോട്ട് മാറുന്നത് കാണാൻ വേണ്ടി പറ്റും. ദാറ്റ് മീൻസ് ഗ്യാഷ്യസ് സ്റ്റേറ്റ്, ഗ്യാസ്. അപ്പോൾ SLG എന്ന് പഠിച്ചു വയ്ക്കുക, സോളിഡ്, ലിക്വിഡ്, ഗ്യാസ്. 3 സ്റ്റേറ്റ് ആണുള്ളത്. എക്സിബിറ്റ് ദ പ്രോപ്പർട്ടി സ്പ്രെഡിങ് ഔട്ട് ഓഫ് ദ എൻറ്റയർ അവൈലബിൾ സ്പേസ്. എവിടെയൊക്കെ സ്പേസ് ഉണ്ടോ അവിടെയൊക്കെ കയറി നമ്മുടെ ഗ്യാസ് മോളിക്യൂൾസ് നിൽക്കും. അപ്പോൾ മിസ്സിൻ്റെ ചുറ്റും നോക്കുക, ഇവിടെയൊക്കെ ഗ്യാസ് ഉണ്ട്. നിങ്ങളുടെ ചുറ്റും നോക്കുക, അവിടെയും ഗ്യാസ് ഉണ്ട്. സോ നമ്മുടെ ചുറ്റും നോക്കിയാൽ മൊത്തം എന്തുണ്ട്? ഗ്യാഷ്യസ് ആയിട്ടുള്ള മോളിക്യൂൾസ് അങ്ങനെ ഓടി കളിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ കാണുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ അല്ലേ. അപ്പോൾ ഗ്യാസസ് ഡസ് നോട്ട് possess a fixed shape ഇല്ല. വാട്ടർ വേപ്പേഴ്സ് എക്സിസ്റ്റ് ഈവൻ അറ്റ് റൂം ടെമ്പറേച്ചർ, ദോ ഇറ്റ് ഈസ് ഇൻവിസിബിൾ ടു അസ്. വാട്ടർ വേപ്പർ നമ്മുടെ റൂം ടെമ്പറേച്ചറിൽ നമുക്ക് കാണാൻ പറ്റും, പക്ഷേ നമ്മുടെ നീക്കട കൊണ്ട് നമുക്ക് കാണാൻ പറ്റില്ല എന്ന് മാത്രമേ ഉള്ളൂ. It is present in the air around us. The water that evaporates during the process like drying the cloth or mopping floors contribute to the water vapor around us. അല്ലേ, നമ്മൾ തുടക്കില്ലടാ, മോപ്പ് ചെയ്യില്ലേ? മോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയാണ് ഡ്രൈ ആയി പോകുന്നത്? അല്ലെങ്കിൽ ഒരു ഡ്രസ്സ് നമ്മൾ വാഷ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതെങ്ങനെയാണ് ഡ്രൈ ആയി പോകുന്നത്? ബിക്കോസ് അവിടെ നടക്കുന്നത് ഇവാപ്പറേഷൻ എന്ന് പറയുന്ന പ്രോസസ്സാണ്. ലിക്വിഡ് സ്റ്റേറ്റിൽ നിന്ന് ഗ്യാസ് സ്റ്റേറ്റിലോട്ട് മാറാണ്. ദാറ്റ് മീൻസ് അത് വേപ്പറായിട്ട് പോകുന്നുണ്ട് എന്നർത്ഥം. സോ ഇതിൽ നിന്ന് എന്ത് മനസ്സിലായി നിങ്ങൾക്ക്? അത് ഗ്യാസ് സ്റ്റേറ്റിൽ നിൽക്കുന്നുണ്ട് എന്ന് വെച്ചാൽ നമ്മുടെ ചുറ്റും നോക്കിയാൽ വാതകാവസ്ഥയിൽ ഇത് നിൽക്കുന്നുണ്ട് എന്ന് മനസ്സിലായി അല്ലേ. അപ്പോൾ അതിൻ്റെ എക്സാമ്പിൾസാണ് നമ്മുടെ ഡെയിലി ലൈഫിൽ പറഞ്ഞാൽ ക്ലോത്ത് വാഷ് ചെയ്യുന്ന സമയത്ത് അത് ഡ്രൈ ആവുന്നത്, മോപ്പ് ഡ്രൈ ആവുന്നത്,
മോപ്പ് വെച്ചിട്ട് ഫ്ലോറ് ക്ലീൻ ചെയ്യുമ്പോൾ, അതുപോലെ വെസൽസ് നമ്മൾ ക്ലീൻ ചെയ്യുമ്പോൾ ഒക്കെ ഉള്ളത് അതിൻ്റെ അപ്ലിക്കേഷൻസ് ആണ്. അതൊക്കെ ചോദിച്ചാൽ മക്കൾ എഴുതേണ്ട ഇവാപ്പറേഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ്സാണ്. റെഡി? അപ്പോൾ ഇത്രയും കേസാണ് ഇന്ന് പഠിക്കാനുള്ളത്. ഇമ്പോർട്ടൻ്റ് ആയിട്ട് 3 സ്റ്റേറ്റ് നമ്മൾ പഠിച്ചു. സോളിഡ്, ലിക്വിഡ്, ഗ്യാഷ്യസ് സ്റ്റേറ്റ്. ഇതൊരിക്കലും മറന്നു പോയതാ, ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾക്ക് ഇനി വലിയ വലിയ ക്ലാസ്സുകളുടെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുള്ളതാണ്. സോ അടിപൊളിയായിട്ട് സെറ്റായിട്ട് പഠിക്കുക. ഇതുപോലുള്ള വീഡിയോസ് ആയിട്ട് അടുത്ത വീഡിയോ കാണാം. അതുവരേക്കും ബൈ ബൈ, സീ യു.